മറിച്ച് ആശമാർക്ക് തുച്ഛമായ 7000 രൂപ ഒരു മാസം കിട്ടിയാൽ അവർക്ക് ഇതിൽ നിന്ന് ഓട്ടോറിക്ഷ കൂലി പോവും, വണ്ടിക്കൂലി പോവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ ചെലവുകൾ ഇതെല്ലാം പോയി കഴിഞ്ഞാൽ കയ്യിൽ വല്ല ബാലൻസ് ആയിട്ട് എന്തെങ്കിലും പണമുണ്ടോ? എങ്ങനെ ജീവിക്കും അവർ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഈ നാട്ടുകാർ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധ പരിപാടികൾ ഗ്രാമാന്തരങ്ങളിൽ നിങ്ങളുടെയൊക്കെ പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടിയാണ് ഇവരുടെ നേതൃത്വത്തിൽ ഈ സമര പരിപാടി ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റാണ്. ഇന്ന് ആ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഒരു നമ്പർ 1 മജിഷ്യൻ എന്ന് വേണേ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ പറയാൻ കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് കൺകെട്ട് വിദ്യ. അങ്ങനെ ആ ധൂർത്തിലൂടെ മാത്രമാണ് കേരളത്തിൽ ഈ ചെലവ് ചുരുക്കുവാൻ ഇത്രയധികം പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഈ സർക്കാർ ചെലവ് ചുരുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിവ് നമുക്ക് മനസ്സിലാക്കേണ്ട സാഹചര്യമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്താണ് അവിടെ ഉണ്ടായത്? അവിടെ പട്ടിണിയും പരിവട്ടവും തൊഴിലില്ലായ്മയും ഒക്കെ രൂക്ഷമായി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഗവൺമെന്റിനെ അവിടുത്തെ ജനത താഴെ ഇറക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഇപ്പൊ അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസുകളെല്ലാം ഇപ്പോൾ അവിടുത്തെ കന്നുകാലിക്കൂടാക്കി മാറ്റി ജനത. ആ നാളുകളിൽ ത്രിപുരയിൽ ഒരു ഭരിച്ചതാണ്. നാളുകളിൽ കേരളത്തിൽ അതേ അവസ്ഥ ഉണ്ടാകുവാൻ പോവുകയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ആയിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് 8 മാസം സ്ത്രീ തൊഴിലാളികളെ എന്തിനാണ് ഈ സെക്രട്ടേറിയറ്റിന് നടയിലും ഇങ്ങനെ രാപകൽ സമരം ചെയ്യാൻ അദ്ദേഹം ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുന്നത്? അംഗീകരിക്കാൻ പറ്റാത്ത ഡിമാൻഡാണോ? നിങ്ങൾ തന്നെ പറ. അവരിപ്പോൾ 232 രൂപയ്ക്കാണ് പണിയെടുക്കുന്നത്. ഒരു ദിവസം 232 രൂപ. 232 രൂപയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, ചെറുകിട വ്യാപാരികളുണ്ട്, നിർമ്മാണ മേഖല പണിയെടുക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് 232 രൂപ കൊണ്ട് ജീവിക്കാം.